الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله والصلاة والسلام على أشرف رسل الله وعلى آله وأصحابه الفائزين برضا الله أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولله جنود السماوات والأرض وكان الله عزيزا حكيما. ബഹുമാന്യരായ സഹോദരങ്ങളെ, സത്യവിശ്വാസികൾ, പടച്ചതമ്പുരാൻ നമ്മളിൽ നിന്ന് കഴിഞ്ഞുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്തും മാപ്പാക്കി തരുമാറാകട്ടെ. ഇനിയുള്ള ജീവിതത്തിൽ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കാനും അവസാനം ഈമാനോടെ ലോകത്തോട് വിട പറയാനും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കും നമ്മിൽ നിന്ന് മൺമറഞ്ഞുപോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, നമുക്ക് വേണ്ടപ്പെട്ട എല്ലാവർക്കും അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് അള്ളാഹു പരിപൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കടം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് അള്ളാഹു കടം വീട്ടാനുള്ള മാർഗങ്ങൾ എളുപ്പമാക്കി കൊടുക്കുമാറാകട്ടെ. സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവർക്ക് അള്ളാഹു സമ്പത്തിൽ വിശാലതയും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്ത് പ്രയാസപ്പെടുന്ന, പ്രത്യേകിച്ചും പശ്ചിമേഷ്യയിലെ യുദ്ധക്കെടുതി അനുഭവിക്കുന്ന മനുഷ്യർ, അള്ളാഹു എല്ലാവർക്കും ആശ്വാസവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പശ്ചിമേഷ്യയിൽ എത്രയും പെട്ടെന്ന് അള്ളാഹു സമാധാനം പുനഃസ്ഥാപിക്കുമാറാകട്ടെ. യുദ്ധകുതിയന്മാരായ അമേരിക്കയ്ക്കും ഇസ്രായേലിനും അള്ളാഹു എന്നേക്കുമായി പരാജയം സമ്മാനിക്കുമാറാകട്ടെ. ഡിസംബർ 14 അന്നത്തെ അമേരിക്കയുടെ പ്രസിഡന്റായിരുന്ന ജോർജ് ഡബ്ല്യു ബുഷ് അദ്ദേഹം ഇറാഖിൽ വരുന്നുണ്ട്. ഇറാഖിൽ അപ്പോൾ അമേരിക്കയുടെ അധിനിവേശം നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. 2003 തുടങ്ങിയ ഇറാഖ് അധിനിവേശം 6 വർഷം പിന്നിട്ട് അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുന്ന സമയത്താണ് ആ അധിനിവേശത്തിന് നേതൃത്വം കൊടുത്ത അമേരിക്കൻ പട്ടാളത്തെ ഇറാഖിലേക്ക് പറഞ്ഞയച്ച അമേരിക്കയുടെ പ്രസിഡന്റ് ഇറാഖ് ജനത തന്നെ ആദരിക്കും, തനിക്ക് പൂച്ചണ്ട് തന്ന് സ്വീകരിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് 2008 ഡിസംബർ 14 അദ്ദേഹം ഇറാഖിൽ പറന്നിറങ്ങി. അദ്ദേഹം ഒരു ലൈവ് പ്രസ് മീറ്റ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ധാരാളം പത്രക്കാർ അദ്ദേഹത്തിന്റെ മുന്നിലുണ്ട്. അദ്ദേഹം ഇറാഖിൽ ചെയ്ത സേവനങ്ങളെക്കുറിച്ച് വാചാലനായിക്കൊണ്ടിരിക്കുമ്പോൾ ഇറാഖിന്റെ ജനതയ്ക്ക് ഞാൻ സ്വാതന്ത്ര്യം നൽകി എന്ന് ഒക്കെ ഇങ്ങനെ വാചാലമായി പ്രസിഡന്റ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്രതീക്ഷിതമായി ആ സദസ്സിൽ നിന്നും ഒരു ഷൂ ഏറ് വന്നു. ആ ഷൂ എറിഞ്ഞത് മറ്റാരുമായിരുന്നില്ല, മുന്തസർ അസ്സൈദി എന്ന് പറയുന്ന ഇറാഖി പത്രപ്രവർത്തകനായിരുന്നു. അദ്ദേഹമാണ് അമേരിക്കൻ പ്രസിഡന്റിന്റെ മുഖത്തേക്ക് താൻ ധരിച്ചിരുന്ന ഷൂ ഊരി എറിഞ്ഞത്. ആ ഷൂ എടുത്തു നോക്കിയിട്ട് ജോർജ് ബുഷ് പറഞ്ഞത്, ഇറ്റ് ഈസ് എ 10 size ഷൂ, ഇത് 10 ഇഞ്ചിന്റെ ഷൂ ആണ്, എനിക്ക് പാസ്സാകൂല എന്നാണ്. മിഡിൽ ഈസ്റ്റിൽ, പ്രത്യേകിച്ച് അറേബ്യൻ സംസ്കാരത്തിൽ, ഒരു മനുഷ്യന്റെ മുഖത്തേക്ക് ഷൂ എറിയുക എന്ന് പറഞ്ഞാൽ അയാൾക്ക് ജീവിതത്തിൽ ലഭിക്കാവുന്ന ഏറ്റവും വലിയ അപമാനമാണ്. ഈ അപമാനമാണ് ലോകത്തെ ഒന്നാമത്തെ പരമാധികാര സഭയുടെ അല്ലെങ്കിൽ പരമാധികാര രാജ്യത്തിന്റെ ഏറ്റവും വലിയ അധികാരത്തിലിരിക്കുന്ന പ്രസിഡന്റ് ഏറ്റുവാങ്ങിയത്. ഉടനെ സുരക്ഷാസേന മുന്തസർ സൈദിയെ പിടികൂടി അദ്ദേഹത്തെ 3 വർഷത്തെ ജയിൽ ശിക്ഷയ്ക്ക് വിധിച്ചു. 3 വർഷത്തെ ജയിൽ ശിക്ഷയ്ക്ക് വിധിച്ചെങ്കിലും 9 മാസത്തിന് ശേഷം അദ്ദേഹം പുറത്തിറങ്ങുന്നുണ്ട്. അദ്ദേഹം അമേരിക്കൻ പ്രസിഡന്റിന് നേർക്ക് തന്റെ ഷൂ വലിച്ചെറിയുമ്പോൾ ഒരു കാര്യം പറഞ്ഞു അദ്ദേഹം. യേ പട്ടി, യാ കൽബ്,
നീ ഞങ്ങളുടെ നാട്ടിൽ പറന്നിറങ്ങിയത് ഞങ്ങൾ നിനക്ക് പൂച്ചെണ്ട് തരുമെന്ന് വിചാരിച്ചാണല്ലേ, ഇതാണ് നിനക്ക് തരാനുള്ള അന്ത്യചുംബനം എന്ന് പറഞ്ഞുകൊണ്ടാണ്, നായ എന്ന് സംബോധന ചെയ്തുകൊണ്ടാണ് ഈ ധീരനായ പത്രപ്രവർത്തകൻ അമേരിക്കൻ പ്രസിഡന്റിന്റെ മുഖത്തേക്ക് ഷൂ എറിഞ്ഞത്. അദ്ദേഹം ജയിലിലായി. പിന്നീട് അദ്ദേഹം ജയിലിൽ നിന്ന് പുറത്തിറങ്ങി. പക്ഷേ അദ്ദേഹം ലോകത്തിന്റെ ശ്രദ്ധ പിടിച്ചു പറ്റി. ഒരുപാട് രാജ്യങ്ങൾ അദ്ദേഹത്തെ അംഗീകരിച്ചു. കാരണം അമേരിക്കൻ പ്രസിഡന്റിന്റെ നേർക്ക് ഷൂ എറിയാൻ ധൈര്യം കാണിച്ചൊരു പത്രപ്രവർത്തകനാണ് അദ്ദേഹം. അദ്ദേഹം പിന്നീട് സാമൂഹിക പ്രവർത്തനങ്ങളിലൊക്കെ ആയിട്ട് കഴിഞ്ഞുകൂടി. അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ കാലം കഴിച്ചത്. അദ്ദേഹം പറയുന്നുണ്ട്, ഞാനൊരു വീരപരിവേഷം ലഭിക്കാനൊന്നുമല്ല അമേരിക്കൻ പ്രസിഡന്റിന്റെ മുഖത്തേക്ക് ഷൂ എറിഞ്ഞത്. എനിക്ക് കൃത്യമായൊരു ലക്ഷ്യമുണ്ട്, എനിക്ക് കൃത്യമായൊരു പ്ലാനുണ്ട്. എന്റെ രാജ്യത്തെ 1 ദശലക്ഷം മനുഷ്യർ ഇന്ന് ഈ മണ്ണിന്റെ മുകളിലില്ല. 2003 ഇറാഖിലേക്ക് അമേരിക്കയുടെ പട്ടാളം കടന്നു വരുമ്പോൾ ഇറാഖിന്റെ മണ്ണിലുണ്ടായിരുന്ന 10 ലക്ഷം മനുഷ്യർ ഇന്നിവിടെയില്ല. അവരെ ഈ ബുഷിന്റെ പട്ടാളമാണ് വെടിവെച്ചു കൊന്നത്. 5 ദശലക്ഷം മനുഷ്യർ ഇന്ന് ഇറാഖിൽ അനാഥകളാണ്. അവർക്ക് മാതാപിതാക്കളില്ല. അവരുടെ മാതാപിതാക്കളെ കൊന്നുകളഞ്ഞത് ഈ ബുഷിന്റെ പട്ടാളമാണ്. അതുകൊണ്ട് ഞാനൊരു പത്രപ്രവർത്തകനാണ്. പക്ഷേ ഈ പത്രപ്രവർത്തനത്തിൽ കാപട്യം കാണിക്കാൻ എനിക്ക് കഴിയില്ല. അങ്ങനെ ചില പത്രപ്രവർത്തകരെയൊക്കെ നിങ്ങൾക്ക് പരിചയമുണ്ടാകാം. ഫിഡൽ കാസ്ട്രോ എന്ന് പറയുന്ന ക്യൂബയുടെ ഭരണാധികാരിയെ കൊല്ലാൻ വേണ്ടി ക്യാമറയ്ക്കുള്ളിൽ വെടിയുണ്ട ഒളിപ്പിച്ചു വെച്ചത് CIA ഏജന്റായ ഒരു പത്രപ്രവർത്തകനായിരുന്നു. അതും മുന്തസർ സെയ്ദി അനുസ്മരിക്കുന്നുണ്ട്. എനിക്ക് അങ്ങനെയാകാൻ കഴിയില്ല. ഞാൻ എന്റെ രാജ്യത്തെ ഇദ്ദേഹത്തിന്റെ പട്ടാളമാണ്, അദ്ദേഹത്തിന്റെ പട്ടാളത്തിന്റെ ബൂട്ടുകളാണ് ഇറാഖ് എന്ന മണ്ണിനെ നശിപ്പിച്ചത്. അതുകൊണ്ട് ഞാൻ എന്റെ ഷൂ കൊണ്ട് അദ്ദേഹത്തിന് പകരം വീട്ടി എന്നു മാത്രമേ ഉള്ളൂ എന്ന് അൽ മുന്തസർ സെയ്ദി പറയുന്നു. ഈ കാലയളവിൽ തന്നെയാണ്, ഈ 2008 തന്നെയാണ് ആ അമേരിക്കൻ പ്രസിഡന്റിന്റെ വൈറ്റ് ഹൌസിലേക്ക് അന്നത്തെ പോപ്പ് കടന്നു ചെല്ലുന്നത്. പോപ്പ് ബെനഡിക്ട് 16 ജോൺ പോളിന് ശേഷം വന്ന പോപ്പ്, ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് മുമ്പ് വന്ന പോപ്പ്, 2005 മുതൽ 2013 വരെ കത്തോലിക്ക സഭയുടെ ആഗോള പോപ്പ് ബെനഡിക്ട് 16. അദ്ദേഹം ഇതേ 2008 ഇറാഖിൽ അധിനിവേശം നടന്നുകൊണ്ടിരിക്കുന്ന ഇതേ കാലയളവിലാണ് തന്റെ 81ാം വാർഷികം ആഘോഷിക്കാൻ വേണ്ടി ബെനഡിക്ട് 16 വൈറ്റ് ഹൌസിലേക്ക് വരുന്നത്. വൈറ്റ് ഹൌസിന്റെ ചരിത്രത്തിൽ അവിടെ കടന്നുവരുന്ന 2ാമത്തെ പോപ്പായിരുന്നു ബെനഡിക്ട് 16. ആയിരങ്ങളാണ് അദ്ദേഹത്തെ വൈറ്റ് ഹൌസിൽ സ്വീകരിച്ചത്. അന്ന് അദ്ദേഹം ഈ അമേരിക്കൻ പ്രസിഡന്റിനെ ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ പൊതിഞ്ഞ ചില ആശംസാ വാചകങ്ങൾ കൈമാറുന്നുണ്ട്. പോപ്പ് ഇങ്ങനെയാണ് പറഞ്ഞത്: ലോകത്തിന്റെ പ്രശ്നങ്ങളിൽ ഇടപെടാൻ താങ്കൾ ക്ഷമയോടെ നിലകൊള്ളണം. ഒരു ആഗോള കത്തോലിക്ക സഭയുടെ അധിപൻ ഇറാഖിൽ ലക്ഷങ്ങളെ കന്നൊരു മനുഷ്യന്റെ അധികാര കേന്ദ്രത്തിൽ ചെന്നുകൊണ്ട് അദ്ദേഹത്തെ ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്, നിങ്ങൾക്കിനിയും ലോകത്തിന്റെ പ്രശ്നങ്ങളിൽ ഇടപെടാൻ, അത് പരിഹരിക്കാൻ താങ്കൾക്ക് കഴിയട്ടെ എന്നാണ് ആശംസിച്ചത്. ഇതേ പോപ്പാണ്, അദ്ദേഹം ജർമ്മൻകാരനാണ്. അദ്ദേഹം ജർമ്മനിയിലെ ഒരു യൂണിവേഴ്സിറ്റിയിൽ വെച്ചുകൊണ്ട് പരിശുദ്ധ ഇസ്ലാമിനെ അവഹേളിച്ചുകൊണ്ട് ഒരിക്കൽ സംസാരിക്കുന്നുണ്ട്. അന്ന് ലോക മുസ്ലിമീങ്ങൾ അദ്ദേഹത്തെ എതിർത്തു. ഇസ്ലാമിനെതിരെയുള്ള വിമർശനങ്ങൾ ഉണ്ടായപ്പോൾ അതിന് അദ്ദേഹം ക്ഷമ പറയുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് അന്നത്തെ പോപ്പിന്റെയും അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റിന്റെയും കഥ ഇതാണെങ്കിൽ, ഇന്ന് നമുക്ക് കുറച്ച് ഇന്നത്തെ അമേരിക്കൻ പ്രസിഡന്റിന്റെയും ഇന്നത്തെ പോപ്പിന്റെയും ചരിത്രത്തിലേക്ക് വരുമ്പോൾ, ഇന്ന് അമേരിക്കയുടെ പ്രസിഡന്റ് അദ്ദേഹം അടുത്ത ദിവസം അദ്ദേഹത്തിന്റെ സാമൂഹ്യ മാധ്യമത്തിൽ യേശുവിന്റെ വേഷം അണിഞ്ഞുകൊണ്ടുള്ള ചിത്രം, AI ചിത്രം അദ്ദേഹം പങ്കുവയ്ക്കുകയുണ്ടായി. യേശുവിന്റെ ദൗത്യമാണ് ഞാൻ നിർവഹിക്കുന്നതെന്ന് ധ്വനിപ്പിക്കുമാറ് ഇപ്പോഴും ഇറാനിലെ മനുഷ്യന്മാരെ കൊന്നുകൊണ്ടിരിക്കുന്ന ഈ കാട്ടാളൻ
യേശുവിന്റെ വേഷം ധരിച്ചുകൊണ്ട് തന്റെ AI ചിത്രം, അമേരിക്കയുടെ പതാക പിന്നിലുള്ള ഒരു ചിത്രം അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട്. യേശു ആരായിരുന്നു? യേശു ഒരിക്കലും ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോൾ വഴിയിലൊരു പന്നി കിടക്കുന്നുണ്ട്. ഇമാം മാലിക് ഈ സംഭവം പറയുന്നുണ്ട്. യേശുവിനെ കടന്നു പോകാൻ വേണ്ടി യേശു ആ പന്നിയോട് പറഞ്ഞു, പന്നി ഒരല്പം മാറി നിന്നാലും. കൂടെയുള്ളവർ ചോദിച്ചു, അല്ല, ഒരു പന്നിയോടാണോ താങ്കൾ ഇത്ര മാന്യമായി സംസാരിക്കുന്നത്? അപ്പോൾ യേശു പറഞ്ഞത്, പന്നിയോടാണെങ്കിലും മോശമായ വാക്കുകൾ എന്റെ നാവ് കൊണ്ട് പറയാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ഒരു പന്നിയോട് കാണിച്ച ഒരു മാന്യതയും ഒരു ഇടപെടലുമാണിത്. അവിടെയാണ് ആ യേശുവിന്റെ അതേ വേഷം അണിഞ്ഞുകൊണ്ട് മറ്റൊരു പരമാധികാര രാജ്യത്തിന്റെ നേതൃത്വത്തെ, അധികാര കേന്ദ്രത്തെ വളരെ കൃത്യമായി സഭ്യേതരമായ ഭാഷകളിൽ അദ്ദേഹം ചീത്ത വിളിച്ചു. അതൊക്കെ അടുത്ത കാലത്ത് നടന്ന സംഭവങ്ങളാണ്. എന്നിട്ട് അദ്ദേഹത്തെ വിമർശിച്ച ഇപ്പോഴത്തെ പോപ്പ് ലിയോ 14 അദ്ദേഹം വളരെ കൃത്യമായ നിലപാട് പറഞ്ഞു. ലോകത്തിന്റെ കാര്യങ്ങൾ നിങ്ങൾ ഇടപെട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. മറ്റേ പോപ്പ് പറഞ്ഞ പോലെയല്ല പറഞ്ഞത്. നിങ്ങൾ ലോകത്തിന്റെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. നിങ്ങൾക്ക് നശിപ്പിക്കാനറിയാം, പക്ഷെ നിർമ്മിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. ഓരോ രാജ്യങ്ങളും പടുത്തുയർത്തിയ നാഗരികതകളുണ്ട്. ഈ നാഗരികതകളെ നിങ്ങൾ നിർമ്മിച്ചുണ്ടാക്കിയ ആയുധങ്ങളെ കൊണ്ട്, മണിക്കൂറുകൾ കൊണ്ട്, ദിവസങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് നശിപ്പിക്കാൻ കഴിയും, പക്ഷെ നിർമ്മിച്ചെടുക്കാൻ നിങ്ങൾക്ക് കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റിനെ ഇന്നത്തെ പോപ്പ് തിരുത്താൻ ശ്രമിക്കുകയാണ്. അദ്ദേഹത്തിനത് കണ്ടിട്ട് സഹിക്കാൻ കഴിയുന്നില്ല. ലോകത്ത് ഈ ബോംബുകൾ വർഷിച്ചുകൊണ്ട്, ലോകത്ത് മാരകമായ ആയുധങ്ങൾ വർഷിച്ചുകൊണ്ട് നടത്തുന്ന കൂട്ടക്കൊലകൾ, ഈ ഹിംസകൾ ഇന്നത്തെ പോപ്പിന് സഹിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് അദ്ദേഹം തിരുത്തിയത്. അമേരിക്ക എന്ന് പറയുന്ന ഈ സാമ്രാജ്യത്തെ ലോബിയുടെ ലക്ഷ്യം ഇത് തന്നെയാണ്. നേരത്തെ മുന്തസർ സയ്യിദിയെ ചൂയെറിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. എന്നെ തടവിലിട്ടിട്ട് ശിക്ഷിക്കുന്ന റൂം അന്നത്തെ പാവ ഗവൺമെന്റിന്, നൂരി അൽ മാലിക്കി എന്ന് പറയുന്ന അമേരിക്കയുടെ പാവ ഗവൺമെന്റ്, അദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന സർക്കാർ ഈ നൂരി അൽ മാലിക്കി പത്രസമ്മേളനം നടത്തുന്ന റൂമിന്റെ പുറകിലാണ് എന്നെ പീഡിപ്പിച്ചത്. എന്നെ കരണ്ടടിപ്പിച്ചു, എന്നെ വടികൊണ്ടടിച്ചു, ദണ്ടുകൊണ്ട് മർദ്ദിച്ചു. അപ്പോഴും പത്രസമ്മേളനം നടത്തുന്ന ഇറാഖിന്റെ പ്രധാനമന്ത്രി നൂരി അൽ മാലിക്കി പത്രക്കാരോട് പറഞ്ഞത് മുന്തസർ സയ്യിദ് സുരക്ഷിതനാണെന്നായിരുന്നു. ഞാൻ സുരക്ഷിതനാണെന്ന് പത്രക്കാരോട് പറയുന്നത് എനിക്ക് കേൾക്കാമായിരുന്നു. അദ്ദേഹത്തിന്റെ ഇരിപ്പിടത്തിന്റെ പിന്നിലിട്ടാണ് എന്നെ ശിക്ഷിച്ചത്. എന്നെ ക്രൂരമായി അമേരിക്കൻ പട്ടാളവും ഇറാഖി പട്ടാളവും കൂടി എന്നെ പീഡിപ്പിച്ചു. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ലോകസമാധാനത്തിന് ഭീഷണിയായി ഇപ്പോഴും ഇത് സംസാരിക്കുന്ന സമയത്തും മനുഷ്യന്റെ സമാധാനം കെടുത്തുന്ന ഇസ്ലാമിക രാജ്യങ്ങളിലേക്ക് കടന്നു കയറി അവിടെയൊക്കെ ഭീകരവാദം സൃഷ്ടിച്ചുകൊണ്ട് മനുഷ്യന്റെ നിലനിൽപ്പിനെ, മനുഷ്യന്റെ ജീവന് ഒക്കെ ഭീഷണിയായിത്തീരുന്ന ഒരു ലോകവൻശക്തി രാജ്യം, ആ രാജ്യത്തിന്റെ ഭീഷണിക്ക് മുന്നിലാണ് ഇന്നത്തെ അറബ് രാജ്യങ്ങളും മുസ്ലിം രാജ്യങ്ങളും. സത്യത്തിൽ ഇന്ന് അള്ളാഹുവിന്റെ വലിയൊരു ദൃഷ്ടാന്തം, പടച്ച തമ്പുരാൻ ഹോർമുസ് കടലിടുക്കെന്ന് പറയുന്ന ഏറ്റവും വീതി കുറഞ്ഞ 33 കിലോമീറ്ററാണ് ഈ കടലിടുക്കിന്റെ വീതി എന്ന് പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല ഇറാൻ എന്ന് പറയുന്ന ഒരു പരമാധികാര രാജ്യത്തിന് ആയുധമായി കൊടുത്തിരിക്കുന്നത് ഈ കടലിടുക്കിനെയാണ്. അള്ളാഹു അങ്ങനെയാണ്. അള്ളാഹുവിനൊരു സമൂഹത്തെ നശിപ്പിക്കാൻ, ഒരു ധിക്കാരിയെ നശിപ്പിക്കാൻ വലിയ ആയുധങ്ങളൊന്നും പടച്ചോൻ ആവശ്യമില്ല. വലില്ലാഹി ജുനൂദുസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളിലെ പട്ടാളക്കാർ, ഭൂമിയിലെ പട്ടാളക്കാർ പടച്ചവനുണ്ട്. നിങ്ങൾ വിചാരിക്കാത്ത ധാരാളം പട്ടാളം പടച്ചവന്റെ കയ്യിലുണ്ട്. നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് അല്ലാഹു തആല പ്രളയം കൊണ്ടാണ്, വെള്ളം കൊണ്ടാണ് ഒരു സമൂഹത്തെ നശിപ്പിച്ചത്. ലോകം കണ്ട ഏറ്റവും വലിയ സാമ്രാജ്യത്വവാദിയായിരുന്നു നമ്രൂദ്. നമ്രൂദിനെ അല്ലാഹു കൊന്നത് ആയുധം കൊണ്ടല്ല, ഒരു കത്തി പോലും വേണ്ടി വന്നില്ല. അവന്റെ ചെവിയിലൂടെ കടത്തിവിട്ട ചെറിയൊരു പ്രാണിയാണ് അവന്റെ ഉറക്കം കെടുത്തിയത്. വേദന സഹിക്കവയ്യാതായപ്പോൾ അവൻ ചെരുപ്പ് കൊണ്ട് തലക്കടിക്കാൻ വേണ്ടി ആളുകളെ ഏൽപ്പിച്ചു. രണ്ടാള് പരിസരത്ത് നിന്നിട്ട് ചെവിയിലടിച്ചു, ചെരുപ്പ് കൊണ്ടടിച്ചു. നമ്രൂദിന്റെ അടി കൊണ്ടിട്ടാണ് ലോകം കണ്ട ഏറ്റവും വലിയ ഭീകരവാദി, സാമ്രാജ്യത്വവാദി ചത്തുപോയത്. ഉലില്ലാഹി ജുനൂദുസ് സമാവാതി വൽ അർളി, ഒരുത്തനെ നശിപ്പിക്കാൻ വലിയ സൈന്യമൊന്നും വേണ്ട. പരിശുദ്ധമായ കാബ ശരീഫ് വിളിക്കാമെന്ന അബ്രഹത്തിന്റെ ആനപ്പടയെ പടച്ചോ നശിപ്പിച്ചത് അബാബീൽ പക്ഷികളെ കൊണ്ടാണ്.
നമ്മളെപ്പോഴും ഓതിക്കൊണ്ടിരിക്കുകയല്ലേ സൂറത്ത്. അള്ളാഹുവിന് മിസൈലുകളോ പീരങ്കികളോ വേണ്ട, അള്ളാഹുവിനെ നശിപ്പിക്കാം. ഫിരൗൻ, ആ ഫിരൗനിനെ അള്ളാഹു ചെങ്കടലിലാണ് നശിപ്പിച്ചത്. അവനെ മാത്രമല്ല ലക്ഷക്കണക്കായ അവന്റെ അനുയായികളെയും വെള്ളത്തിൽ മുക്കി പടച്ചോ നശിപ്പിച്ചു. വലില്ലാഹി ജുനൂദുസ് സമാവാതി വൽ അർളി, പടച്ചോന് വേറെയും പട്ടാളങ്ങളുണ്ട്. അതേ ഫിരൗന്റെ ആളുകൾ കിബത്തികൾ, അവരെ അള്ളാഹു ശിക്ഷിച്ച രൂപം പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഫഅർസൽനാ അലൈഹിമു തൂഫാന വൽ ജറാദ വൽ കുമ്മല വൽ ലഫാദിയ വദ്ദമ. 5 ദൃഷ്ടാന്തങ്ങൾ, 5 അദാബുകൾ പടച്ചോൻ പറയുന്നുണ്ട് വിശുദ്ധ ഖുർആനിൽ. ഫിരൗനും അവന്റെ ആളുകളും പടച്ചോനെതിരെ ചെയ്തപ്പോൾ, ധിക്കാരികളായി മാറിയപ്പോൾ, ക്രൂരതകൾ, അവർ ലോകത്ത് ക്രൂരതകൾ കൊണ്ടു നടന്നപ്പോൾ അള്ളാഹു അവരെ ശിക്ഷിക്കാൻ വേണ്ടി കൊടുത്തത് ആദ്യം തൂഫാനാണ്, പ്രളയം. പ്രളയം കൊടുത്തു. ഈ പ്രളയം എവിടെയാണ്? മൂസാ നബിയുടെ അനുയായികളുടെ വീട്ടിലൊന്നും വെള്ളം കയറുന്നില്ല, ഫിരൗന്റെ ആളുകളുടെ വീട്ടിൽ മാത്രം വെള്ളം കയറുന്നു. സ്വാഭാവികമായിട്ട് മൂസാ നബിയുടെ ആളുകൾ പാവങ്ങളാണ്, അവരുടെ വീട് ചെറുതാണ്. ഫിരൗന്റെ ആളുകൾ, അവരുടെ വീടുകൾ വലുതാണ്, ഉയർന്ന പ്രദേശങ്ങളിലാണ്. പക്ഷെ ഉയർന്ന പ്രദേശങ്ങളിലെ വീടുകളിൽ വെള്ളം കയറുന്നു. താഴ്ന്ന പ്രദേശത്തുള്ള മൂസാ നബിയുടെ ആളുകളുടെ വീട്ടിൽ വെള്ളം കയറുന്നില്ല മാസങ്ങളോളം. അള്ളാഹുവിന്റെ ഒരു പട്ടാളമായിരുന്നു അന്ന് വെള്ളം. വെള്ളം ഇറങ്ങാൻ വേണ്ടി മൂസാ നബിയോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടു. മൂസാ നബി പ്രാർത്ഥിച്ചു, വെള്ളം ഇറങ്ങി. പക്ഷെ അവർ ധിക്കാരികളായി വീണ്ടും തുടർന്നപ്പോൾ അടുത്ത അള്ളാഹുവിന്റെ പട്ടാളം ജറാദ്, വെട്ടുകിളി. എവിടെയും വെട്ടുകിളി. മൂസാ നബിയുടെ ആളുകളുടെ വീടുകളിലൊന്നും വെട്ടുകിളി ശല്യമില്ല. പക്ഷെ ഫിരൗന്റെ ആളുകളുടെ വീട്ടിൽ വെട്ടുകിളിയുടെ ശല്യം. അവരുടെ കൃഷികൾ നശിപ്പിക്കുന്നു, അവരുടെ ഭക്ഷണങ്ങൾ ഒന്ന് തിന്നുപോകുന്നു, നശിപ്പിക്കാൻ നോക്കിയാൽ നടക്കില്ല. ഒരു വെട്ടുകിളിയെ കൊന്നാൽ 100 വെട്ടുകിളി വരികയാണ്. ഫിരൗൻ തന്റെ പട്ടാളത്തെ ഇറക്കി വെട്ടുകിളിയെ കൊല്ലാൻ വേണ്ടി. പക്ഷെ വാളുകൊണ്ട് വെട്ടുമ്പോൾ വെട്ടുകിളി മാറിപ്പോവുകയാണ്. അള്ളാഹുതആല മാസങ്ങളോളം വെട്ടുകിളിയെ കൊണ്ട് ഫിരൗൻ എന്ന് പറഞ്ഞ ഏകാധിപതിയുടെ ആളുകളെയും അവനെയും പരീക്ഷിച്ചു. മൂസാ നബി പ്രാർത്ഥിച്ചു, അള്ളാഹുതആല അത് മാറ്റിക്കളഞ്ഞു. പിന്നെ വന്നു തവളകൾ, വന്നു പേന്, വന്നു എവിടെയും പേൻ. തലയിൽ പേൻ, ശരീരത്തിൽ പേൻ, വസ്ത്രത്തിൽ പേൻ, ഭക്ഷണത്തിൽ പേൻ, എവിടെയും പേൻ. പേനുകളെ കൊണ്ട് ഈ സമൂഹം സഹികെട്ടു. അതെവിടെയാണ് പേന്? ഒരേ രാജ്യത്ത് ജീവിക്കുന്ന 2 വിഭാഗം ആളുകൾ. മൂസാ നബിയുടെ ആളുകളുടെ വീട്ടിൽ പേനിന്റെ ശല്യമില്ല, മറ്റവരുടെ വീട്ടിൽ പേനിന്റെ ശല്യം. അള്ളാഹു തആല പരീക്ഷിച്ചു. പിന്നെ അള്ളാഹു തവളയാണ് അയച്ചത്. എവിടെയും തവള, വെള്ളത്തിൽ തവള, ഭക്ഷണത്തിൽ തവള, വിരിപ്പിൽ തവള, ശരീരത്തിൽ തവള. ഇങ്ങനെ അള്ളാഹു തആല പരീക്ഷിച്ചു. പിന്നെ രക്തമാണ്. ഭക്ഷണം പാചകം ചെയ്താൽ അതിനകത്ത് രക്തം ഉണ്ടാവും. കിണറ്റിൽ രക്തം, കുളിക്കാൻ ചെന്നാൽ അവിടെ രക്തം, ശരീരത്തിൽ രക്തം, എല്ലായിടത്തും രക്തം. ഇങ്ങനെ അള്ളാഹു തആല പരീക്ഷിച്ചു. അപ്പൊ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു സമൂഹത്തെ, ഒരു ധിക്കാരിയെ നശിപ്പിക്കാൻ തീരുമാനിച്ചാൽ പടച്ചോന് വലിയ പട്ടാളമൊന്നും വേണ്ട, ചെറിയ ചെറിയ പട്ടാളങ്ങളിലൂടെ പടച്ചോൻ പരീക്ഷിക്കും, അള്ളാഹു നശിപ്പിക്കും. സത്യത്തിൽ ഇന്നത്തെ ഈ സാമ്രാജ്യത്വ ശക്തികൾക്ക് ചിന്തിക്കാൻ ഇതൊക്കെ മതി. ഒരു കടലിടുക്കിലാണ് ഇവർ കുടുങ്ങിക്കിടക്കുന്നത്. ഹുർമൂസ് കടലിടുക്കിൽ കുടുങ്ങിക്കിടക്കുന്ന സാമ്രാജ്യത്വവാദിക്ക് ചിന്തിക്കാൻ അത് മതി. ഏറ്റവും വലിയ ശക്തിയാണെന്ന് അഭിമാനിച്ചിരുന്ന ആ ശക്തിയെ അല്ലാഹു തആല ഒരു ചെറിയ രാജ്യത്തിന്റെ കടലിടുക്കിൽ കുടുക്കിയിട്ടിരിക്കുകയാണ്. ഇത് ആദ്യത്തെ അനുഭവമല്ലല്ലോ. വിയറ്റ്നാമിൽ പോയില്ലേ അമേരിക്ക? വിയറ്റ്നാമിൽ നിന്ന് തോറ്റു തുന്നമ്പാടി അമേരിക്ക. വിയറ്റ്നാമിൽ യുദ്ധത്തിന് പോയി. ഒരു ഭാഗത്ത് USSRും ചൈനയും, മറുഭാഗത്ത് അമേരിക്ക. വടക്കൻ വിയറ്റ്നാമും തെക്കൻ വിയറ്റ്നാമും തമ്മിൽ ഒന്നിപ്പിക്കാൻ വേണ്ടിയുള്ള സമരം. കമ്മ്യൂണിസ്റ്റ് ആധിപത്യത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി അമേരിക്ക, കമ്മ്യൂണിസ്റ്റ് ആധിപത്യത്തിലാക്കാൻ വേണ്ടി ചൈനയും USSRും. അവസാനം അമേരിക്കയ്ക്ക് തോറ്റു തുന്നമ്പാടേണ്ടി വന്നു. അതിനൊരു കാരണം കൂടിയുണ്ട്. അന്ന് അമേരിക്ക സാധാരണ സിവിലിയന്മാരോട് നിർബന്ധിതമായ പട്ടാള സേവനം വേണമെന്ന് ആവശ്യപ്പെട്ടു. ആ പട്ടാളത്തിൽ ചേരാൻ വേണ്ടി ബോക്സിംഗ് ചാമ്പ്യനായിരുന്ന മുഹമ്മദ് അലി ക്ലിയോട് പറഞ്ഞു. അദ്ദേഹം ഇന്ന് മുസ്ലിമാണ്. കാഷ്യസ്കളെ ഇസ്ലാം സ്വീകരിച്ചു. അദ്ദേഹത്തിന് ലോകത്തെ ഏറ്റവും വലിയ മെഡൽ ലഭിച്ചു. പക്ഷെ ആ മെഡലുമായി അമേരിക്കയിലെ ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കയറിയപ്പോ തൊലി കറുത്തുപോയതിന്റെ പേരിൽ ആ ഹോട്ടലിൽ ഭക്ഷണം വിളമ്പിയില്ല. കാഷ്യസ്കളയ്ക്ക് തന്റെ മെഡല് കാണിച്ചു കൊടുത്തു. ഞാൻ ബോക്സിംഗ് ചാമ്പ്യനാണ്, ബോക്സറാണ് ഞാൻ. എന്നിട്ട് പോലും ഭക്ഷണം വിളമ്പാൻ തയ്യാറാകാതായപ്പോൾ കാഷ്യസ്കളെ ആ മതം വിടാൻ തീരുമാനിച്ചു. കറുത്തവരും വെളുത്തവനും ഒരേപോലെ പരിഗണന കിട്ടുന്ന പരിശുദ്ധ ഇസ്ലാം സ്വീകരിച്ചു. മുഹമ്മദ് അലി എന്ന് പേര് സ്വീകരിച്ചു. മുഹമ്മദ് അലിയോട് പറഞ്ഞു, നിങ്ങൾ പട്ടാളത്തിൽ പോകണം, വിയറ്റ്നാമിൽ യുദ്ധത്തിന് പോകണം. അന്ന് മുഹമ്മദ് അലി ധീരമായ ഒരു നിലപാട് പ്രഖ്യാപിച്ചു. വിയറ്റ്നാമിലേക്ക് യുദ്ധത്തിന് പോകാൻ ഞാനില്ല, എന്റെ മതവിശ്വാസം അതിനെ അനുവദിക്കുന്നില്ല. സാധാരണക്കാരനെ ചോരയിൽ മുക്കിക്കൊല്ലാൻ എന്റെ മതം ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. ആ യുദ്ധത്തിന് ഞാനില്ല എന്ന് പറഞ്ഞ് പിന്മാറിയ ആളുടെ പേരാണ്
മുഹമ്മദ് അലി ബോക്സിംഗ് ചാമ്പ്യനായിരുന്നു അദ്ദേഹം. അവിടെ നിന്നും അമേരിക്കയ്ക്ക് പിന്മാറേണ്ടി വന്നു. അതുകൊണ്ട് അമേരിക്ക അങ്ങനെയാണ് എന്നും. നമ്മളൊക്കെ വിചാരിച്ചത് എന്നെങ്കിലും ഇതിലൊക്കെ മാറ്റം വരുമെന്ന. ഒരിക്കലും മാറ്റം വരൂല. ഒരിക്കലും ഇത് മാറ്റം വരാൻ പോകുന്നില്ല. ബറാഖ് ഒബാമ അമേരിക്കയുടെ പ്രസിഡന്റ് ആയപ്പോൾ പലരും വിചാരിച്ചു അദ്ദേഹം ഒരു മുസ്ലിം പശ്ചാത്തലമുള്ള ആളാണ്. പക്ഷെ ബറാഖ് ഒബാമയിൽ മാറ്റം കണ്ടില്ല. എല്ലാ അമേരിക്കൻ പ്രസിഡന്റുമാരും ഒരു ബൈബിളിൽ തൊട്ടാണ് സത്യം ചെയ്യാറുള്ളത് സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ. ഡൊണാൾഡ് ട്രംപ് 2 ബൈബിളിലാണ് തൊട്ടത്. ഒന്ന് അദ്ദേഹം ചരിത്രപരമായി അമേരിക്കൻ പ്രസിഡന്റുമാരെ സത്യപ്രതിജ്ഞ ചെയ്യാറുള്ള ഒരു ബൈബിളുണ്ട്. അതും ട്രംപിന് അമ്മ ചെറുപ്പത്തിൽ കൊടുത്ത മറ്റൊരു ബൈബിളുണ്ട്. 2 ബൈബിള് പിടിച്ച് സത്യം ചെയ്തയാളാണ് ഡൊണാൾഡ് ട്രംപ്. ബറാഖ് ഒബാമ ഒരു ബൈബിളും പുള്ളി പിടിച്ചിട്ടുണ്ട്. പക്ഷെ ഒബാമ വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്ത് കൂടി ഓതിയിരുന്നു അതിന്റെ കൂടെ. യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ വകൂനൂ മഅസ്വാദിഖീൻ. ഈ ആയത്ത് കൂടി ഓതിയിട്ടാണ് ഒബാമ അമേരിക്കയുടെ പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. വിശ്വാസികളെ, നിങ്ങൾ ദൈവഭക്തിയുള്ളവരാകണം, നിങ്ങൾ സത്യം പറയുന്നവരുടെ കൂടെയാകണമെന്ന് ആയത്തോതിയിട്ട് ഞാൻ സത്യത്തിന്റെ കൂടെയായിരിക്കുമെന്ന് പറഞ്ഞാണ് ഒബാമ അമേരിക്കയിൽ പ്രസിഡന്റ് ആകുന്നത്. പക്ഷെ അദ്ദേഹം ആ വാക്ക് പാലിച്ചില്ല. അദ്ദേഹം പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് അഫ്ഗാനിസ്ഥാനിൽ ക്രൂരമായ മർദ്ദനങ്ങൾ നടന്നത്. പുതിയ യുദ്ധങ്ങൾ തുടങ്ങിയിട്ടില്ലെങ്കിൽ പോലും. അതുകൊണ്ടൊരു പ്രതീക്ഷയും ഇത്തരത്തിലുള്ള സാമ്രാജ്യത്വവാദികളുടെ ഈ നേതൃത്വത്തിന്റെ വിഷയത്തിൽ മുസ്ലിമുകൾക്കൊരു പ്രതീക്ഷയില്ല. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ഹജ്ജാജിന്റെ ഭരണത്തെക്കുറിച്ച് പരാതി പറയാൻ വേണ്ടി സഹാബാക്കൾ ചെല്ലുന്നുണ്ട്. ഹജ്ജാജ് ബിൻ യൂസുഫ് എന്ന് പറയുന്ന അമവി ഭരണാധികാരി ക്രൂരനാണ് അദ്ദേഹം. അദ്ദേഹത്തെ കൊണ്ട് ഞങ്ങൾ സഹികെട്ടു. അപ്പോൾ അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു മറുപടിയുണ്ട്, ഒന്നും പറയണ്ട, ഇനി ഇതിനേക്കാൾ വലിയ മോശമായ ഭരണാധികാരിയാണ് വരാനിരിക്കുന്നത്. ഹത്താ തൽഖൗ റബ്ബക്കും, റബ്ബിനെ കണ്ടുമുട്ടുന്ന നാൾ വരെ. ഓരോ കാലം ചെല്ലുന്നോറും ഭരണാധികാരികൾ മോശമായിക്കൊണ്ടിരിക്കും. നല്ലവരെ പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന് പറഞ്ഞതുപോലെ അതുകൊണ്ട് ലോകം ഇതിനേക്കാൾ അപകടകരമായ സാഹചര്യങ്ങളിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അവിടെയാണ് അവിടെ പോപ്പും ട്രംപും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ നമ്മുടെ പ്രദേശത്തും ചില ഏറ്റുമുട്ടലുകൾ നടക്കുന്നുണ്ട്. രണ്ടും ഒരേ സമയത്തായി എന്നുള്ളത് കൗതുകമാണ്. ഇവിടെ ഏറ്റുമുട്ടുന്നത് സഭയും RSSും തമ്മിലാണ്. ഇത്രയും നാള് ഈ സംഘപരിവാരനെ പ്രീണിപ്പിക്കാൻ വേണ്ടി കൂടെ നടന്ന ആളുകളെ സംഘപരിവാര് തിരിഞ്ഞുകുത്തുന്ന കാഴ്ച ഇവിടെ നമ്മൾ കാണുകയാണ്. നിങ്ങൾ ഞങ്ങളോട് പരസ്യമായി ഒട്ടുന്നു, രഹസ്യമായി കുത്തുന്നു എന്ന് പറയാൻ മാത്രം ഇത്രയൊക്കെ വിട്ടുവീഴ്ചകൾ ചെയ്തിട്ടും ഇത്രയൊക്കെ നാൾ കൂടെ നിന്നിട്ടും അവർക്ക് ധൈര്യം വരുന്നെങ്കിൽ സഭാപിതാക്കന്മാർക്ക് ഇനിയെങ്കിലും തിരിച്ചറിവുണ്ടാകണം. ഒരിക്കൽ നിങ്ങൾ നാർക്കോട്ടിക് ജിഹാദ് എന്ന് പറഞ്ഞ് ഞങ്ങളെ പിടികൂടി. ഞങ്ങളുടെ ചെറുപ്പക്കാരെ, നിങ്ങളുടെ പെൺകുട്ടികളെ ലഹരിയിലൂടെ അടിമപ്പെടുത്തി സിറിയയിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞത് നിങ്ങളാണ്. നിങ്ങളെന്നത് തിരുത്തി പറഞ്ഞു. നിങ്ങളെന്താ മനസ്സിലാക്കിയത്? ഖദീജ ബീവി മുതൽ കമലാ സുരയ്യ വരെ കോടിക്കണക്കിന് മുസ്ലിങ്ങൾ സ്ത്രീകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ഇതൊന്നും നാർക്കോട്ടിക് ജിഹാദല്ല, ഇതൊന്നും ലവ് ജിഹാദുമല്ല. ഇതൊക്കെ പരിശുദ്ധമായ ഇസ്ലാമിന്റെ സുന്ദരമായ ആദർശം കണ്ടിട്ട് വന്നവരാണ് ഖദീജ മുതൽ കമലാ സുരയ്യ വരെയുള്ള കോടിക്കണക്കിന് സ്ത്രീകൾ. അതുകൊണ്ട് ഇനിയെങ്കിലും മനസ്സിലാക്കേണ്ടത് മാർട്ടിൻ നിമോളർ എന്ന് പറയുന്ന പണ്ട് ജൂതന്മാരെ വേട്ടയാടിയിരുന്ന കാലത്ത്, ജർമ്മനിയിൽ ഹിറ്റ്ലർ ജൂതവേട്ട നടത്തിയിരുന്ന കാലത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു ക്രിസ്തീയ പുരോഹിതനാണ് മാർട്ടിൻ നിമോളർ. അദ്ദേഹം പറയുന്ന ഒരു ആപ്തവാക്യമുണ്ട്. അദ്ദേഹം പറയാറുണ്ട്, ആദ്യം അവർ കമ്മ്യൂണിസ്റ്റുകാരെ തേടി വന്നു, ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനല്ലാത്തോണ്ട് മാറി നിന്നു, മിണ്ടിയില്ല. പിന്നെ അവർ തേടി വന്നത് ജൂതരെയാണ്, ഞാൻ ജൂതനായിരുന്നില്ല, ഞാൻ മിണ്ടിയില്ല. പിന്നെ അവർ തേടി വന്നത് കത്തോലിക്കരെയാണ്, ഞാൻ കത്തോലിക്കനായിരുന്നില്ല, ഞാൻ മിണ്ടിയില്ല. ഇപ്പോൾ അവർ പ്രൊട്ടസ്റ്റന്റുകളെ തേടി വന്നു, ഞാൻ പ്രൊട്ടസ്റ്റന്റാണ്, പക്ഷെ എന്റെ കൂടെ എനിക്ക് വേണ്ടി മിണ്ടാൻ ആരുമില്ല. അതുകൊണ്ട് സഭാപിതാക്കന്മാരെ, നിങ്ങൾ ഇങ്ങനെ പോയാൽ നിങ്ങൾക്ക് വേണ്ടി മിണ്ടാൻ ആരും ഉണ്ടാകില്ല. പഴുത്തേല വീഴുമ്പോൾ പച്ചില ചിരിക്കേണ്ട, പച്ചിലയും ഒരു നാൾ വീഴേണ്ടി വരും. അതുകൊണ്ട് നമ്മുടെ രാജ്യം ഫ്രീഡം ഹൗസ് എന്ന് പറയുന്ന ഒരു സർവേ ഏജൻസി ഉണ്ട്. കഴിഞ്ഞ മാസം ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്, ശ്രദ്ധിച്ചൊന്നും എനിക്കറിയില്ല. ആഗോളതലത്തിൽ രാജ്യങ്ങളുടെ രാഷ്ട്രീയമായ പൗരാവകാശങ്ങളും ഒക്കെ പരിശോധിച്ച് റാങ്ക് നിശ്ചയിക്കുന്ന ഒരു ഏജൻസിയാണ് ഫ്രീഡം ഹൗസ്. എല്ലാ വർഷവും അവർ റിപ്പോർട്ട് പുറത്തുവിടാറുണ്ട്. ഈ കഴിഞ്ഞ മാസം റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ട്. ലോകത്ത് 195 രാജ്യങ്ങളിലെ രാഷ്ട്രീയമായ അതുപോലെ പൗരാവകാശങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കും. എന്നിട്ട് രാജ്യങ്ങളെ 3ആയി തിരിക്കും. ഒന്ന് പൂർണ്ണ സ്വാതന്ത്ര്യമുള്ള രാജ്യം, മറ്റൊന്ന് ഭാഗിക സ്വാതന്ത്ര്യമുള്ള രാജ്യം, മറ്റൊന്ന് സ്വാതന്ത്ര്യമില്ലാത്ത രാജ്യം. ഇങ്ങനെ 3 തരത്തിലാണ് ഈ 195 രാജ്യങ്ങളുള്ളത്.
ഇന്ത്യയുടെ സ്ഥാനം എവിടെയെന്നറിയോ? 2020 വരെ ഇന്ത്യ പൂർണ്ണ സ്വാതന്ത്ര്യമുള്ള രാജ്യമായിരുന്നു. പിന്നീട് താഴോട്ട് പോന്നു. ഇന്ന് ഇന്ത്യയെ പെടുത്തിയിരിക്കുന്നത് 100ൽ 162 മാർക്ക് നേടി. കഴിഞ്ഞ വർഷം 163, 1 മാർക്ക് താഴോട്ട് പോന്നു. ഒരു വർഷം കഴിഞ്ഞപ്പോൾ 100ൽ 62 മാർക്ക് നേടി. ഇന്ന് ഇന്ത്യ അർദ്ധ സ്വാതന്ത്ര്യമുള്ള, പകുതി മാത്രം സ്വാതന്ത്ര്യമുള്ള, ഭാഗികമായ സ്വാതന്ത്ര്യമുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ അവശേഷിക്കുകയാണ്. ഈ 2 പതിറ്റാണ്ടിലേക്ക് 19 രാജ്യങ്ങൾ അർദ്ധ സ്വാതന്ത്ര്യത്തിൽ നിന്നും തീരെ സ്വാതന്ത്ര്യമില്ലാത്ത പട്ടികയിലേക്ക് മാറിപ്പോയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒന്നിച്ചു നിൽക്കണം. ഈ രാജ്യത്ത് ബ്രാഹ്മണരല്ലാത്തവർ, നായരും നമ്പൂതിരുമല്ലാത്തവർ, ഉയർന്ന ജാതിക്കാരല്ലാത്തവരൊക്കെ മതതീവ്രവാദികൾ, ജാതിക്കോമരങ്ങൾ എന്ന് പറഞ്ഞ് അകറ്റി നിർത്തപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ ഇരകൾ ഒരുമിച്ച് നിൽക്കണം. ഇരകൾ വേട്ടക്കാരുടെ കൂടെ കൂടാൻ പാടില്ല. നമ്മൾ ഒരുമിച്ച് നിൽക്കണം. ജാതീയതയുടെ പേരിൽ അധിക്ഷേപിക്കപ്പെടുന്ന പിന്നോക്ക സമുദായങ്ങൾ നമ്മൾ കണ്ടില്ലേ? അഞ്ചരക്കണ്ടി കോളേജില് ഒരു വിദ്യാർത്ഥിക്ക് ജീവനൊടുക്കേണ്ടി വന്നത് അവൻ ജാതി മാറിപ്പോയതിന്റെ പേരിലാണ്. അവനെ അധിക്ഷേപിക്കാൻ ഒരു മൃഗം, അദ്ദേഹത്തെ അധ്യാപകനെന്ന് വിളിക്കാൻ കഴിയില്ല, ഒരു മൃഗം തന്റെ വിദ്യാർത്ഥിയെ ജാതീയതയുടെ പേരിൽ, നിറത്തിന്റെ പേരിൽ ആക്ഷേപിച്ചപ്പോഴാണ് ഒരു വിദ്യാർത്ഥിക്ക് തന്റെ ഡോക്ടർ എന്ന സ്വപ്നം സഫലമാക്കാതെ ഇടയ്ക്ക് വെച്ച് തന്റെ ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്നത്. അതുകൊണ്ട് രാജ്യത്ത് ഭരണകർത്താക്കൾ സൂത്രങ്ങളും വിദ്യകളും കൗശലങ്ങളും പ്രയോഗിച്ചുകൊണ്ട് ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഇത് ഏറ്റവും വലിയ ഉദാഹരണമാണ്, ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഇന്നലെ നമ്മൾ പാർലമെന്റിൽ കണ്ടത്. സ്ത്രീകൾക്ക് സംവരണം കൊടുക്കാൻ വേണ്ടി ബില്ല് കൊണ്ടുവന്നു. ബില്ലിന്റെ പിന്നിൽ പാർലമെന്റ് മണ്ഡലങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ട്, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ സീറ്റുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട്, ഇനിയൊരു ഇലക്ഷനിലൂടെ ജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും, നേരായ ഒരു ഇലക്ഷനിലൂടെ ജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും അവിടെ നിന്ന് ഉയർന്ന വലിയ സീറ്റുകൾ നേടി വലിയ ഭൂരിപക്ഷത്തോടെ വരാനുള്ള വലിയൊരു തന്ത്രവുമായി നമ്മുടെ ഫാസിസ്റ്റ് സർക്കാർ വരികയാണ്. ഇവിടെ തിരിച്ചറിവുണ്ടാകണം. വേട്ടയാടപ്പെടുന്ന ആളുകൾ, ഇരകൾക്ക് തിരിച്ചറിവുണ്ടാകണം. അതുകൊണ്ട് ഇത്തരം സാഹചര്യങ്ങൾ ഇവിടെ അരങ്ങേറുമ്പോൾ കൊണ്ടാലെങ്കിലും പഠിക്കണം. കണ്ടാൽ പഠിച്ചില്ലെങ്കിൽ കൊണ്ടാലെങ്കിലും പഠിക്കണമെന്നാണ് വളരെ വിനയപുരുഷനും നമുക്ക് പറയാനുള്ളത്. നമ്മൾ പരസ്പരം ആരെയും തീവ്രവാദികളാക്കരുത്. മുസ്ലിം സമൂഹം പരസ്പരം തീവ്രവാദികളാക്കരുത്. ഒരു സംഘടനയും മറ്റൊരു സംഘടനയെ തീവ്രവാദിയാക്കരുത്. നമ്മെ തീവ്രവാദിയാക്കുന്നവരുടെ ലക്ഷ്യം നമ്മളെല്ലാവരുമാണ്, ഒരു സംഘടന മാത്രമല്ല. ഞാൻ ഓർക്കുകയാണ്, ഒരു അന്താരാഷ്ട്ര ജൂറി സമ്മേളനം നടന്നു വർഷങ്ങൾക്ക് മുമ്പ്. ഇന്ത്യയുടെ രാഷ്ട്രപതി ആ സദസ്സിലുണ്ട്. ഇന്ത്യയുടെ രാഷ്ട്രപതി ഇരിക്കുന്ന സദസ്സിൽ ജഡ്ജിമാർ, ലോകത്തെമ്പാടുമുള്ള ജഡ്ജിമാരുടെ സാന്നിധ്യത്തിൽ വെച്ച് രാം ജെത്മലാനി എന്ന് പറയുന്ന നിയമജ്ഞൻ അദ്ദേഹം പറയുന്നുണ്ട്, മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബാണ് ലോകത്ത് തീവ്രവാദം പ്രചരിപ്പിച്ചത്. ഇത് കേട്ടിട്ട് സൗദി അറേബ്യയുടെ അംബാസഡർ സദസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയിന്ന മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബാണ് തീവ്രവാദം ലോകത്ത് പ്രചരിപ്പിച്ചത് എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ ആദർശങ്ങളോട് യോജിപ്പില്ല. പക്ഷേ രാം ജെത്മലാനി ഇന്ത്യൻ പ്രസിഡന്റിന്റെ സാന്നിധ്യത്തിൽ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെ തീവ്രവാദി എന്ന് വിളിക്കുന്നത് അത് തൗഹീദ് സ്ഥിരപ്പെടുത്താനല്ല, സുന്നി അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് സ്ഥാപിക്കാനുമല്ല. അദ്ദേഹത്തിന്റെ ലക്ഷ്യം ഒരാളെ ചാരിയിട്ട് മറ്റൊരാളെ തല്ലല് തന്നെയാണ്. ഈ സമുദായത്തെ മുഴുവൻ ആക്ഷേപിക്കില്ല. അതുകൊണ്ട് ഒരു സംഘടനയെ തീവ്രവാദ സംഘടന ചാപ്പ കുത്തുമ്പോൾ നമ്മളതിൽ സന്തോഷിക്കേണ്ട. പഴുത്തല വീഴുമ്പോൾ പച്ചല ചിരിക്കേണ്ട. അടുത്തത് നമ്മളായിരിക്കും അതിന്റെ ഏര. തിരിച്ചറിവുണ്ടാകണം. നെപ്പോളിയൻ ബോണപ്പാർട്ട് മുസ്ലിമാണോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹം മുസ്ലിമായി എന്നൊക്കെ കേൾക്കുന്നുണ്ട്. ഏതായിരുന്നാലും അദ്ദേഹം ഈജിപ്തിലേക്ക് തേരോട്ടം നടത്തിയ സമയം പരിശുദ്ധ ഇസ്ലാമിനെ കുറിച്ച് ചില നല്ല കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. നെപ്പോളിയൻ ആന്റി ഇസ്ലാം എന്നൊരു പുസ്തകമുണ്ട്. നെപ്പോളിയൻ മുസ്ലിമായോ അല്ലയോ എന്നൊരു ചർച്ച അതിനകത്തുണ്ട്. അദ്ദേഹത്തിന്റെ ഈജിപ്റ്റ് പോരാട്ട കാലത്താണ് അദ്ദേഹം പറഞ്ഞത്, ലോകം മുഴുവനും പരിശുദ്ധ ഖുർആൻ അടിസ്ഥാനത്തിൽ ഒരു കേന്ദ്രീകൃത ഭരണകൂടം വരിക തന്നെ ചെയ്യും. നെപ്പോളിയന്റെ വാക്കാണ്. ഫ്രാൻസിന്റെ നിയമങ്ങൾ രൂപീകരിക്കുന്നതിൽ പോലും ഖുർആനിന്റെ ശരീഅത്തിന്റെ നിയമങ്ങൾ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് നെപ്പോളിയനെ പോലുള്ള ആളുകൾ പോലും ഇതേപോലെ ഒരു ലോകത്തെ സ്വപ്നം കാണുന്നുണ്ട്. ശരീഅത്ത് അടിസ്ഥാനത്തിൽ, ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ ലോകം ഏകീകരിക്കപ്പെടുന്ന ലോകത്തെക്കുറിച്ച് സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ സഹോദരങ്ങളെ, നമ്മൾ പ്രതീക്ഷയുള്ളൊരു സമൂഹമാണ്. ഇമാം മഹ്ദി വരാനുണ്ട്, ഈസാ നബി വരാനുണ്ട്, ലോകത്തൊരു നീതി വരാനുണ്ട്. സർവ്വ സ്വേച്ഛാധിപതികളെയും സർവ്വ ഏകാധിപതികളെയും പാഠം പഠിപ്പിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. സർവോപരി ദജ്ജാലിനെ പോലും കൊല്ലപ്പെടാൻ പോകുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ രാജ്യത്ത് ഒരുമിച്ച് നിൽക്കണം. ഇരകൾ ഒരുമിച്ച് നിൽക്കണമെന്നുള്ള വലിയൊരു സന്ദേശമാണ് ഈ സാഹചര്യങ്ങൾ നമ്മളോട് പറഞ്ഞു തരുന്നത്.
1962 സുബ്ബറാവു എന്ന് പറയുന്ന പണ്ഡിതൻ, അദ്ദേഹം ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ്. ഈ സുബ്ബറാവു ആണ് ഇന്ന് നമ്മൾ സ്കൂളുകളിൽ വായിക്കുന്ന പറയാറുള്ള ഒരു പ്രതിജ്ഞ എഴുതിയുണ്ടാക്കിയത്. ഭാഷാ പണ്ഡിതനാണ്, ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ് അദ്ദേഹമാണ് ഇന്ത്യ എന്റെ രാജ്യമാണ്, എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരി സഹോദരന്മാരാണ്, ഞാൻ എന്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു. ഈ പ്രതിജ്ഞ എഴുതിയുണ്ടാക്കിയ മനുഷ്യന്റെ പേരാണ് സുബ്ബറാവു. ഞാൻ ആലോചിക്കാറുണ്ട്, 1962 സുബ്ബറാവു ഈ പ്രതിജ്ഞ എഴുതുമ്പോൾ ഈ പ്രതിജ്ഞയ്ക്ക് 2026 പോലെ പ്രസക്തമായ ഒരു കാലഘട്ടം വരുമെന്ന് ഒരുപക്ഷെ അദ്ദേഹം ചിന്തിച്ചിരിക്കില്ല. അദ്ദേഹത്തിന്റെ ആ പ്രതിജ്ഞ ഏറ്റവും പ്രസക്തമായ ഒരു കാലഘട്ടത്തിലാണ് സഹോദരങ്ങളെ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ലോകം വല്ലാത്ത പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അള്ളാഹുവിന്റെ സഹായങ്ങൾ ഫലഭാഗത്തും ഉണ്ടാകുന്നു എന്നുള്ളത് നേരിട്ട് കാണാൻ കഴിയുന്ന ചില സംഭവങ്ങൾ കൂടി നമ്മുടെ മുന്നിലുണ്ട് എന്ന് ഓർമ്മപ്പെടുത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ലോകത്ത് സമാധാനം സ്ഥാപിക്കുമാറാകട്ടെ, എല്ലാ പ്രശ്നങ്ങളും അള്ളാഹു അവസാനിപ്പിക്കുമാറാകട്ടെ, പശ്ചിമേഷ്യയിൽ അള്ളാഹു സമാധാനം കൊണ്ടുവരുമാറാകട്ടെ. യുദ്ധത്തിന്റെ പേരിൽ ധാരാളം മനുഷ്യന്മാർ കെടുതി അനുഭവിക്കുന്നുണ്ട്. നമുക്ക് യുദ്ധം ഗ്യാലറിയിലിരുന്ന് കളി കാണും പോലെ ആയിരിക്കാം, പക്ഷേ യുദ്ധം നമ്മുടെയൊക്കെ ജീവിതത്തെ ബാധിക്കുകയാണ്. ഹജ്ജിന്റെ ഫീസ്, ഹജ്ജിന് പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം 25,000 രൂപയെങ്കിലും ഈ വർഷം അധികം വരുന്നൊരവസ്ഥയിലേക്ക് യുദ്ധം കൊണ്ടുവന്നെത്തിച്ചിട്ടുണ്ട്. വിമാന കമ്പനികൾ ടിക്കറ്റ് ചാർജ് കൂട്ടാൻ തീരുമാനിച്ചിരിക്കുക. ഓരോ ഹാജിയും ഈ വർഷം 25,000 രൂപ പ്രൈവറ്റിലും ഗവൺമെന്റിലൊക്കെ പോകുന്ന ഹാജിമാർ കൊടുക്കേണ്ടി വരികയാണ്. വിമാന ടിക്കറ്റ് വർദ്ധിപ്പിക്കുക. അതുകൊണ്ട് യുദ്ധമെന്ന് പറയുന്നത് ഓരോരുത്തരെയും ബാധിക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ്. യുദ്ധം ഒരിക്കലും നല്ലതിനല്ല. ഒരു സമാധാനത്തിന്റെ ലോകമാണ്. ലിയോ മാർപ്പാപ്പ 14 പറഞ്ഞതുപോലെ, ട്രംപിനെ ഉപദേശിച്ചതുപോലെ സമാധാനമുണ്ടാകണം. ലോകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. നിങ്ങൾക്ക് നശിപ്പിക്കാനേ കഴിയൂ, നിങ്ങൾക്ക് നിർമ്മിക്കാൻ കാലമെടുക്കുമെന്ന് പറഞ്ഞതുപോലെ നശിപ്പിക്കാനാണ് യുദ്ധങ്ങൾ മുഴുവനും, നന്നാക്കാൻ വേണ്ടിയല്ല. എല്ലാ യുദ്ധങ്ങളും അവസാനിക്കട്ടെ, ലോകത്ത് സമാധാനം വരട്ടെ, മനുഷ്യർ സമാധാനത്തോടെ ജീവിക്കട്ടെ. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.